ഇടുക്കിയിൽ ഇപ്പോൾ പലയിടത്തും കനത്ത മഴ തുടരുകയാണ്. മൂന്നാറിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിപ്പോയ സ്ത്രീ മരിച്ചുവെന്നാണ് വാർത്ത. MG കോളനി സ്വദേശി മാലയാണ് മരിച്ചത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലും രാത്രി യാത്ര നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു. നാളെ രാവിലെ 6 മണിവരെ ഈ നിരോധനം നിലനിൽക്കും എന്ന് ജില്ലാ കളക്ടറേറ്റ് അറിയിക്കുന്നു. മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിൻ്റെ ഒരു ഷട്ടർ 10 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരും. രാഹുൽ, ഇപ്പോൾ കനത്ത മഴയാണോ ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും? പ്രധാനമായും ഏത് സ്ഥലത്തൊക്കെയാണ് ഏറ്റവും പ്രധാന പ്രശ്നം? ആദ്യം ആ മണ്ണിടിഞ്ഞു വീണ് ഉണ്ടായ മരണത്തിൻ്റെ വിശദാംശങ്ങൾ തരൂ. SK ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് MG കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. കുമാർ എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. കുമാറിന്റെ ഭാര്യ മാലയാണ് ഈ മണ്ണിനടിയിൽ പെടുകയും ചെയ്തത്. ഇവരെ എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ പുറത്തെത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ മഴ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇടുക്കിയിലെ രാത്രിയാത്രാ നിരോധനം അത് ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്കാണ്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, അനിശ്ചിതകാലത്തേക്കാണ്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഈ നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളതും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിലാണ് പ്രധാനമായും മഴ പെയ്യുന്നത്. കട്ടപ്പന, കുമളി, തൂക്കുപാലം, നെടുങ്കണ്ടം ഈ പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. തൊടുപുഴയിലും മഴയുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് അല്പനേരമായി അത് തോർന്നു നിൽക്കുകയാണ്. എന്തായാലും കൃത്യമായ ജാഗ്രത ഈ പ്രദേശത്തുള്ളവരൊക്കെ പാലിക്കേണ്ടതുണ്ട്. രാത്രിയാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം നേര്യമംഗലത്ത് റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണ ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ അവസ്ഥയിൽ ഒടിഞ്ഞു വീഴാൻ പാകത്തിന് നിൽക്കുന്ന മരം നേര്യമംഗലം മുതൽ വരെയുള്ള ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിച്ചു വേണം അതുവഴി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ യാത്ര ചെയ്യാൻ. എന്തായാലും അതൊക്കെ കൃത്യമായിട്ടും ജില്ലാ ഭരണകൂടം മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. മഴ അത് ശക്തമായി തന്നെ ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ പെയ്യുന്നുണ്ട്. SK രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മണ്ണിടിച്ചിൽ ഭീഷണി പല സ്ഥലങ്ങളും നിലനിൽക്കുന്നു. മാത്രമല്ല ഹൈറേഞ്ചിലേക്കുള്ള യാത്ര ഇപ്പോൾ ഈ രാത്രി ഒഴിവാക്കണം. നാളെ രാവിലെ വരെ ഇത് ഒഴിവാക്കണമെന്നാണ് ജില്ലാ കളക്ടർ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുളിക്കാനിറങ്ങിയവൾ കുളത്തിൽ കാണാതായി. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറാണ് കുളിക്കാനിറങ്ങിയ ശേഷം കാണാതായത്. പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി ഈ കുളത്തിൽ വ്യാപകമായി തിരച്ചിൽ നടത്തുകയാണിപ്പോൾ.